ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും ധനുഷും ഒരുമിച്ചുള്ള ചിത്രം D55 പുരോഗമിക്കുകയാണ് തമിഴ്നാട്ടിൽ. മമ്മൂട്ടി ഇതുവരെ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂട്ടി പോലീസ് വേഷമാണ് ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ക്രൂരനായിട്ടുള്ള ഒരു പോലീസുകാരനായിട്ട് തന്നെ മമ്മൂട്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു റിയൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം ഒന്നാണ് കൂടുതലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ധനുഷും മമ്മൂട്ടിയും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാള സിനിമയിൽ ഒന്ന് ഒരുമിച്ചിട്ടുണ്ട്. ഒരു ഗസ്റ്റ് റോളിൽ, അതായത് കമ്മത്ത് എന്ന ദിലീപും മമ്മൂട്ടിയും ഒരുമിച്ച ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ അവർ വന്നിട്ടുണ്ട്. അന്ന് തന്നെ നമുക്കറിയാം എത്രത്തോളം രസകരമായിട്ടായിരുന്നു ആ ഒരു ചിത്രത്തിനെ വരവേറ്റിരുന്നതെന്നുള്ളത്. വീണ്ടും മമ്മൂട്ടി ഈ ഒരു തമിഴ് സിനിമയിലേക്ക് ചേക്കേറുമ്പോൾ ഒരു ഗസ്റ്റ് റോളിലല്ല, 35-40 ദിവസത്തോളമാണ് മമ്മൂട്ടിയുടെ ഷൂട്ടായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനോടകം തന്നെ റെക്കോർഡ് ആണ് മമ്മൂട്ടിക്കുള്ള പ്രതിഫലമായി 35 കോടിയാണ് ധനുഷ് കൊടുക്കാമെന്ന് പറഞ്ഞ് 24 കോടി മതി എന്നുള്ള മമ്മൂട്ടിയുടെ വാർത്തകൾ അന്ന് തമിഴിലും മലയാളത്തിലും വേണ്ട സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തു. എന്നാലും ഇക്കുറി ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഒരു ഗംഭീര സിനിമ തന്നെ ഒരുങ്ങാൻ പോകുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ധനുഷിനൊരു വിജയം അനിവാര്യമാണ്. അവിടെ ധനുഷ് അത് എത്തിക്കും എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഒപ്പം മമ്മൂട്ടി കൂടി ചേരുമ്പോൾ തമിഴിൽ ഏറ്റവും പ്രിയങ്കരനായ വലിയ രീതിയിൽ റെക്കോർഡുള്ള മലയാളി നടനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് കൂടി വരുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് വലിയ ലിവറേജ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇക്കുറി നമുക്ക് കാണാൻ പോകുന്നത്, നമുക്കറിയാം ഈ സമീപകാലങ്ങളിലെല്ലാം മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്നത് കഥാപാത്രത്തിൻ്റെ മികവ് നോക്കി തന്നെയാണ്. ഇവിടെയും അത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. പലപ്പോഴും മലയാളി നടന്മാർ തമിഴിലോ തെലുങ്കിലോ ഒക്കെ പോയി കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ ഒരു റിന്യൂമറേഷനിൽ പോയിട്ട് എന്തൊക്കെയോ കൂട്ടിപ്പോകുന്നത്, ഇൻക്ലൂഡിങ് മമ്മൂട്ടിയെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതല്ലാത്ത ലെവലിൽ മികച്ച ഒരു കഥാപാത്രം തേടിയുള്ള പോക്ക് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ആ ഒരു റിയൽ ബേസ്ഡ് ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വരുന്ന വാരത്തിൽ മമ്മൂട്ടി സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അറിവുകൾ. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നിതീഷ് സഹദേവൻ ചിത്രത്തിലാണ് മമ്മൂട്ടി ജോയിൻ ചെയ്യേണ്ടത്. അതിനിടയിൽ ഒരു പക്ഷേ പാരലലായിട്ടായിരിക്കാം ഈ രണ്ട് സിനിമകളും ചെയ്യാൻ പോകുന്നത്. അതിനിടയിൽ സിബി മലയിൽ ചിത്രമുണ്ട് എന്നുള്ള കേട്ടുകേൾവി നമുക്ക് കേൾക്കുന്നു. എന്താണെങ്കിലും എല്ലാം ഗംഭീരമാകട്ടെ. വമ്പൻ ഒരു നിര തന്നെയാണ് മമ്മൂട്ടിയുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ബിഗ് കാസ്റ്റും അതേപോലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകളുമാണ് മമ്മൂട്ടിയുടെ അടുത്ത ക്യൂവിൽ ഏകദേശം 8-9ഓളം ചിത്രങ്ങളായി കാത്തു നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ധനുഷ് D55 ചിത്രം ഏകദേശം 30-35 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കാത്തിരിക്കാം. പുതിയ വിശേഷങ്ങൾക്കുമായി വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം.